ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്തു എന്നൊരു വാർത്ത ഇപ്പോൾ വത്തിക്കാനിൽ നിന്ന് വരുന്നുണ്ട്. അദ്ദേഹം നേരത്തെ ചികിത്സയിലായിരുന്നു. ശ്വാസകോശ സംബന്ധമായ അസുഖവുമായി ബന്ധപ്പെട്ട് ഏറെ നാളുകൾ അദ്ദേഹം ആശുപത്രിയിൽ കഴിഞ്ഞു. അതിനുശേഷമാണ് അദ്ദേഹം പിന്നീട് താമസ സ്ഥലത്തേക്ക് മടങ്ങിയത്. ഈസ്റ്റർ ദിനത്തിൽ അദ്ദേഹം വിശ്വാസികളെ അഭിസംബോധന ചെയ്തതാണ്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിൻ്റെ സഹായി ഈസ്റ്റർ ദിന സന്ദേശമടക്കം വായിക്കുകയും ചെയ്തു. തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ആ വിയോഗ വാർത്ത, വേദനിപ്പിക്കുന്ന വാർത്ത എത്തിയിരിക്കുന്നത്. മാർപ്പാപ്പ കാലം ചെയ്തു, ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്തു എന്നുള്ള വാർത്ത ഇപ്പോൾ വരുന്നു. അദ്ദേഹം നിലപാടുകളിലൂടെ ശ്രദ്ധേയനായ വ്യക്തിയാണ്. ഒട്ടേറെ അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനങ്ങൾ വലിയ തോതിൽ ലോകമാകെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. പരിഷ്കരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പുരോഗമന സ്വഭാവത്തിൽ അദ്ദേഹം നടത്തിയ ഒട്ടേറെ പ്രസ്താവനകൾ, ക്രൈസ്തവ സഭയുടെ യാഥാസ്ഥിതിക ഘടനയ്ക്കുള്ളിൽ ഒതുങ്ങി നിൽക്കാത്ത തരത്തിൽ അദ്ദേഹം നടത്തിയ ഒട്ടേറെ പ്രസ്താവനകളുണ്ട്. അതൊക്കെ ലോകം ചർച്ച ചെയ്തതാണ്. ഏറ്റവും ഒടുവിൽ സമാധാനത്തിനുള്ള ആഹ്വാനവും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതാണ്. റഷ്യ യുക്രൈൻ യുദ്ധം നടക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം നൽകിയ ഈസ്റ്റർ സന്ദേശം ശ്രദ്ധേയമായിരുന്നു. അടിയന്തരമായി തന്നെ വെടിനിർത്തൽ വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയുണ്ടായി. ബന്ദികളെ മോചിപ്പിക്കുന്ന കാര്യത്തിലടക്കം ഇടപെടലുകൾ വേണമെന്നിങ്ങനെ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്ന വ്യവഹാരങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് സമാധാന ദൂത് എന്നുള്ള തരത്തിലുള്ള ഇടപെടലുകളൊക്കെ ഉണ്ടായതാണ്. തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ആ വിയോഗ വാർത്ത വരുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്തിരിക്കുന്നു. ഒട്ടേറെ പരിഷ്കരണ പ്രവർത്തനങ്ങളിലൂടെ അദ്ദേഹം ശ്രദ്ധേയനായ ഒരു വ്യക്തിയായിരുന്നു. ഇപ്പോൾ ആ വിയോഗ വാർത്ത കൂടി വരികയാണ്. ദിവസങ്ങളോളം അദ്ദേഹം നേരത്തെ ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ആശുപത്രിയിൽ കഴിയേണ്ടി വന്നു അദ്ദേഹത്തിന്. അതിനുശേഷമാണ് അദ്ദേഹം ഇപ്പോഴത്തെ താമസ സ്ഥലത്തേക്ക് മടങ്ങിയത്. അന്നൊക്കെ വിശ്വാസി സമൂഹം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കുന്നതിന് വേണ്ടി, അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടിയും ആ ആശുപത്രിക്ക് ചുറ്റും തടിച്ചുകൂടിയതാണ്. ആ ദൃശ്യങ്ങളൊക്കെ നമ്മുടെ മുൻപിൽ എത്തിയതാണ്. അതിന് പിന്നാലെ അദ്ദേഹം താമസ സ്ഥലത്തേക്ക് മടങ്ങുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില തൃപ്തികരം എന്നുള്ള തരത്തിലൊക്കെ അപ്പോൾ റിപ്പോർട്ടുകൾ വന്നതാണ്. ഒടുവിൽ ഈസ്റ്റർ ദിനത്തിലും അദ്ദേഹത്തിൻ്റെ സന്ദേശം അത് ലോകത്തിന് മുൻപിലേക്ക് എത്തിയതാണ്. സമാധാനത്തിനായുള്ള അദ്ദേഹത്തിൻ്റെ ആഹ്വാനം അത് ചർച്ച ചെയ്യപ്പെട്ടതുമാണ്. ഇപ്പോൾ അദ്ദേഹം കാലം ചെയ്തിരിക്കുന്നു. വിശദാംശങ്ങളുമായി ഇപ്പോൾ സരുൺ ചേരുന്നുണ്ട്. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് സരുൺ, ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗ വാർത്ത വരുന്നു. അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ പ്രത്യേകിച്ച് ക്രൈസ്തവ സഭയുടെ യാഥാസ്ഥിതിക ഘടനയ്ക്കുള്ളിലായിരുന്നതേയില്ല ഒരു ഘട്ടത്തിലും. ആ നിലയ്ക്ക് അദ്ദേഹം നടത്തിയ ഇടപെടലുകളടക്കം ശ്രദ്ധേയമാണ്. എന്തൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ സരുൺ? ഉന്മേഷ്, ഇന്നലെ ഈസ്റ്റർ ദിനത്തിൽ വത്തിക്കാനിൽ സെന്റ് പീറ്റേഴ്സ് ചത്തുരത്തിൽ വിശ്വാസികളെ മാർപ്പാപ്പ അഭിസംബോധന ചെയ്തിരുന്നു. മാർപ്പാപ്പ പിന്നീട് സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിന്റെ ബാൽക്കണിയിൽ വിശ്വാസികളോട് ഈ ഈസ്റ്റർ ദിന സന്ദേശവും നൽകിയതാണ്. അതിനുശേഷമാണ് ഇന്ന് വത്തിക്കാൻ സമയം ഇന്ന് രാവിലെ 7:35 അദ്ദേഹത്തിൻ്റെ മരണവാർത്ത പുറത്തു വരുന്നത്. അദ്ദേഹം മാർപ്പാപ്പയുടെ ഔദ്യോഗിക വസതിയായ സാന്താ മാർത്തയിലായിരുന്നു അദ്ദേഹം ഈ ആശുപത്രി വാസത്തിന് ശേഷം അദ്ദേഹം താമസിച്ചിരുന്നത്. അവിടെ വെച്ചാണ് അദ്ദേഹത്തിന് അന്ത്യം സംഭവിച്ചിരിക്കുന്നു എന്നാണ് വത്തിക്കാൻ ഇപ്പോൾ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത്. ഉന്മേഷ് സൂചിപ്പിച്ചതുപോലെ കത്തോലിക്ക സഭയിൽ, ആഗോള കത്തോലിക്ക സഭയിൽ നിർണായക മാറ്റങ്ങൾക്ക് നേതൃത്വം വഹിച്ച മാർപ്പാപ്പയാണ് ഇപ്പോൾ, പോപ്പാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. അദ്ദേഹം ഈ കത്തോലിക്ക സഭയിൽ ഈ 2013 വരെ നിലനിന്ന എല്ലാ പാരമ്പര്യങ്ങളെയും അതുപോലെ തന്നെ ആചാരങ്ങളെയും ഒക്കെ അദ്ദേഹം തിരുത്തി കുറിക്കാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളൊക്കെ ഇക്കാര്യത്തിൽ വലിയ കത്തോലിക്ക സഭയിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഈ കത്തോലിക്ക സഭയിൽ നിർണായക മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച, അല്ലെങ്കിൽ അതിന് തയ്യാറെടുത്ത ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് ഇപ്പോൾ ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നത്.